ഇന്ന് ഞാൻ SIRനെ പറ്റിയിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ 1992 പൂർണ്ണ സാക്ഷരതയായിട്ട് പ്രഖ്യാപിച്ച ഒരു സംസ്ഥാനമാണ് കേരളം. കേരളത്തിൽ വളരെ കുറച്ച് പേർക്ക് മാത്രമേ സാക്ഷരതയുള്ളൂ എന്ന് ഇപ്പോൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ SIRൻ്റെ ഫോം ഫില്ലപ്പ് ചെയ്യാൻ അറിയാത്ത വലിയൊരു സമൂഹം നമ്മളെ ഇടയിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു. കാരണം SIR ഫോമിലുള്ള ചില ചോദ്യങ്ങൾക്കുള്ള മറുപടി നമ്മളെ കൺഫ്യൂഷൻ ചെയ്യുന്നതാണ്. ഇടതും വലതുമുള്ള ഫോമുകളിൽ ചോദിക്കുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും ബന്ധങ്ങളാണ്. ഒരു സൈഡിൽ മക്കളുടെ ബന്ധങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ ആരെ ഫോമാണോ നമ്മളെ കയ്യിലുള്ളതെന്ന് വിചാരിച്ചാൽ അവരോട് ചോദിക്കുന്നത് മേലെ അച്ഛൻ്റെയും അമ്മയുടെയും തമ്മിലുള്ള ബന്ധം എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മളവിടെ എഴുതേണ്ടത് അവർ അച്ഛനാണ് അല്ലെങ്കിൽ അമ്മയാണ് എന്നുള്ളതാണ്. മറ്റതിൽ മക്കളാണ് എന്നുള്ളതാണ് എഴുതേണ്ടത്. പക്ഷേ ഇപ്പോഴും പലർക്കും കൺഫ്യൂഷനായിരിക്കുകയാണ് അവിടെ എന്താണ് എഴുതേണ്ടത് എന്നുള്ളത്. അത് മീഡിയകൾക്ക് പോലും നേരാവണ്ണം പറയാൻ പറ്റുന്നില്ല. അവർ വരെ തെറ്റായിട്ടാണ് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഫോമുമായിട്ട് വരുന്ന BLOമാർ എന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിൽ സ്കൂൾ ടീച്ചേഴ്സ്, അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ആൾക്കാരൊക്കെയാണ് വന്നിരുന്നത്. അവർ വളരെ വ്യക്തമായ രീതിയിലാണ് കൈകാര്യം ചെയ്തിരുന്നത്. ഇക്കുറി വരുന്നത് സ്കൂളുകളിലുള്ള പ്യൂണുമാരോ ക്ലർക്കുമാരോ അങ്ങനെയുള്ള ആൾക്കാരാണ് വരുന്നത്. അവർക്ക് വിദ്യാഭ്യാസമില്ല എന്നല്ല പറയുന്നത്, അവർക്ക് ഈ പ്രവൃത്തി ചെയ്തുള്ള എക്സ്പീരിയൻസ് ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇവർക്ക് കിട്ടിയിരിക്കുന്നത് 1 മണിക്കൂർ നേരത്തെ ഓൺലൈൻ ക്ലാസ്സാണ്. അപ്പോൾ അവർക്ക് ഇത് പൂർണ്ണമായി മനസ്സിലായി എന്ന് തോന്നുന്നില്ല. BLOമാർ വന്നിട്ട് നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മൾ മറുപടി പറയുന്നതാണ് അവരെഴുതുന്നത്. ചില BLOമാർ നമ്മളെ ഡേറ്റ് ഓഫ് ബർത്തും ആധാർ നമ്പറും ടെലിഫോൺ നമ്പറും വാങ്ങി ഒരു പേപ്പർ തന്ന് ഒപ്പിടിച്ച് പോവുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ BLOമാർ നമ്മളെ മുന്നിൽ വെച്ച് 2 ഫോമുകളും ഫില്ലപ്പ് ചെയ്ത് ആ ഫോമിൽ ഒരു ഫോം നമ്മളെ കയ്യിൽ തരണം, ഒരു റെസിറ്റ് മാതിരി. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളെ ഫോം പൂർണ്ണമായി നമ്മൾ എങ്ങനെയാണ് ഫില്ലപ്പ് ചെയ്ത് കൊടുത്തത് എന്നുള്ളതിനുള്ള ഒരു തെളിവാണ്. ചില BLOമാർ ഒരു ഫോം മാത്രം എഴുതി വാങ്ങി പോകുന്നുണ്ട്. നമുക്ക് നാളെ വോട്ടില്ല എന്ന് വന്നാൽ അത് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ചുറ്റുപാടിലല്ല വരുന്നത്. പിന്നെ വേറൊരു കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ വലിയൊരു ശതമാനം ആൾക്കാർ സ്വന്തം വീടുള്ള ആൾക്കാരല്ല, വാടകയ്ക്കും മാറി മാറി താമസിക്കുന്ന ആൾക്കാരാണ്. അവരുടെ അഡ്രസ്സ് അതൊരു പ്രശ്നം തന്നെയാണ്. അവരെല്ലാവരും പണ്ട് കാലത്ത് എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ അതാത് വാർഡുകളിലുള്ളത് അല്ലെങ്കിൽ അതാത് സ്ഥലങ്ങളിലുള്ള പാർട്ടിക്കാർ വീടുകളിൽ കയറി നമുക്ക് നമ്മളെ വോട്ട് ചെയ്യാനുള്ള നമ്പറിൻ്റെ ഒരു സ്ലിപ്പ് തരും. ആ സ്ലിപ്പ് പ്രകാരം നമ്മൾ പോയിട്ട് വോട്ട് ചെയ്തു പോരും. ഇതാണ് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ SIR പ്രകാരം നമ്മൾ ഈ ഫോം ഫില്ലപ്പ് ചെയ്ത് കറക്റ്റായി കൊടുത്താൽ മാത്രമേ നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. തെറ്റായി വന്നു കഴിഞ്ഞാൽ അവർ ആ ഫോം മാറ്റി വയ്ക്കും. പിന്നെ ഇക്കുറി നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒരു കാര്യവും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ എല്ലാവരിലും രാഷ്ട്രീയമുണ്ട്. ഈ വരുന്ന BLOമാരിലും രാഷ്ട്രീയം കാണും. അപ്പോൾ നമ്മളെ രാഷ്ട്രീയത്തിനെതിരായൊരു BLO ആണ് വരുന്നതെങ്കിൽ നമ്മൾ ഒപ്പിട്ട് കൊടുക്കുന്ന പേപ്പർ അവർ ഫില്ല് ചെയ്താണ് കൊടുക്കുന്നതെന്ന് വിചാരിച്ചാൽ അത് ശരിയായിട്ടായിരിക്കണം ചെയ്തിട്ടുണ്ടാവുക എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളതിൽ നിന്ന് പുറത്തു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാ വോട്ടേഴ്സും ഏത് രാഷ്ട്രീയക്കാരായാലും നമുക്ക് വോട്ട് വേണം എന്നുള്ളത് ചിന്തിച്ചുകൊണ്ട് പൂർണ്ണമായി നമ്മളെ വിവരങ്ങൾ വ്യക്തമായി അതിൽ രേഖപ്പെടുത്തണം. അല്ലെങ്കിൽ നമ്മൾ ഒരു ട്രൂ കോപ്പി
ഇവർ വരുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ റെഡിയാക്കിയിട്ട് വീട്ടിൽ വെക്കണം. ഫില്ല് ചെയ്ത് കൊടുക്കുന്ന സമയങ്ങളിൽ ഇത് നോക്കിയിട്ട് വളരെ കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്ത് ഒരു കോപ്പി നമ്മൾ വാങ്ങി വെക്കണം. അപ്പോഴാണ് ഇത് പൂർണ്ണമാവുക. ഇനി ആധികാരികമായിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റുന്ന ഒരാളുണ്ട്. അയാൾ സംസാരിക്കുന്നത് നിങ്ങളൊന്ന് കേൾക്കും. നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ നവംബർ 4 തീയതി മുതൽ ഡിസംബർ 4 വരെ നീണ്ടു നിൽക്കുന്ന SIR എന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ പ്രക്രിയ നടന്നു വരികയാണ്. സാധാരണ ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നിരവധി ഹാൻഡ് ബുക്കുകൾ പുറത്തിറക്കാറുണ്ട്. പക്ഷേ ഇത്രയും ശ്രമകരമായ ഒരു ജോലി, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലി നിർവഹിക്കുമ്പോൾ ഒരു ഹാൻഡ് ബുക്ക് പോലും പുറത്തിറക്കാൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറായിട്ടില്ല. 4 തീയതി വീടുകളിലേക്ക് പോയ BLOമാർക്ക് ഓൺലൈനിൽ 1-2 മണിക്കൂർ നീണ്ടെടുക്കുന്ന ഒരു ഓൺലൈൻ ട്രെയിനിങ് മാത്രമാണ് അവർക്ക് നൽകിയിട്ടുള്ളത്. അപ്പൊ ഇത് എത്ര നിസ്സാരമായി ഇതിനെ കാണുന്നു എന്നുള്ളതിനുള്ള തെളിവാണത്. അത് കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു പുതിയ ഹാൻഡ് ബുക്ക് ഇറക്കി. അത് BLOമാർക്ക് മാത്രമുള്ള ഒരു ഹാൻഡ് ബുക്കാണ്. ആ ഹാൻഡ് ബുക്കിൽ സംശയങ്ങളും അതിന്റെ നിവാരണങ്ങളുമാണ് ആ ഹാൻഡ് ബുക്കിൽ കാണുന്നത്. ആ ഹാൻഡ് ബുക്ക് പൊതുജനങ്ങൾക്കുള്ളതല്ല, അത് BLOമാർക്കുള്ളതാണ്. ഈ ഹാൻഡ് ബുക്ക് കിട്ടിയ ശേഷവും BLOമാർ വീടുകളിൽ വന്ന് പലതരത്തിലുള്ള അബദ്ധങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ഗൗരവമുള്ളൊരു കാര്യത്തിന് സാധാരണ ഇലക്ഷൻ കമ്മീഷൻ വളരെ ശ്രദ്ധാപൂർവം ചെയ്യുന്ന പ്രക്രിയകളിൽ നിന്ന് വ്യത്യസ്തമായി എനിക്ക് 1979 മുതൽ ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ഹാൻഡ് ബുക്കുകളും അതിന്റെ നീക്കങ്ങളും അതിന്റെ നിയമപരമായ കാര്യങ്ങളും എല്ലാം നന്നായി അറിയുന്ന ഒരാളാണ്. പക്ഷേ ഇത്തവണ ഇറങ്ങിയിരിക്കുന്ന ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഷ്കരണ പദ്ധതി, ആ പദ്ധതിയിൽ ഇലക്ഷൻ കമ്മീഷൻ എന്തുകൊണ്ട് ഈ നിരുത്തരവാദിത്വപരമായ ഒരു നീക്കം നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. വീടുകളിലെത്തുന്ന BLOമാർ പലതരത്തിലാണ്. ഞാൻ ഒരു 3-4 ഉദാഹരണങ്ങൾ പറയാം. ഒന്ന്, ചില BLOമാർ വീടുകളിൽ വന്ന് ഈ ഫോം കൊടുത്തിട്ട് പോവുകയാണ്. അവരുടെ ഒന്നും പറയും, നിങ്ങൾ ഫില്ല് ചെയ്ത് വെച്ചോളൂ, ഞാൻ പിന്നീട് വന്ന് വാങ്ങിച്ചോളൂ എന്നാണ്. ഫില്ല് ചെയ്തതിനെ കുറിച്ച് ഒന്നും അറിയില്ല. അതുകൊണ്ടാണ് ജനങ്ങൾ ഇത്രയും പരിഭ്രാന്തരാവുന്നത്. പരിഭ്രാന്തരായ ആളുകളോട് ഇതെങ്ങനെ ഫില്ല് ചെയ്യും എന്നൊക്കെയുള്ള. അതിനിടയിൽ നിരവധി വീഡിയോകൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നുണ്ട്, പത്രങ്ങളിലൂടെ വാർത്തകളുമായിട്ട് വരുന്നുണ്ട്. ഇതെല്ലാം കൂടെ വായിച്ചു കഴിയുമ്പോൾ ആളുകൾക്ക് വളരെയേറെ ടെൻഷനാണ് ഉണ്ടാക്കുന്നത്. എന്റെ മുമ്പ് ഇന്ന് രാവിലെ ഒരു സ്ത്രീ വന്നെന്ന് കരയുകയാണ്. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പൊ ഇത് ഒരു വല്ലാത്ത സ്ഥിതിയാണ് വരുത്തിയിട്ടുള്ളത്. രണ്ടാമത്, BLOമാർ ഈ ഫോം കൊണ്ട് കൊടുത്തിട്ട് ഏറ്റവും ആദ്യമുള്ള ജനറലായി എഴുതേണ്ട കാര്യങ്ങൾ മാത്രം ഫില്ല് ചെയ്തിട്ട് അടിയിൽ ഒപ്പിട്ടത് വാങ്ങിക്കൊണ്ട് പോവുകയാണ്. ഇപ്പൊ 2002 വോട്ടർ പട്ടികയിലുള്ളവരുടെയും 2002 വോട്ടർ പട്ടികയിൽ ഇല്ലാത്തവരുടെയും പിന്നെ 2 തരത്തിലാക്കി ഇതിനകത്ത് എഴുതാനുള്ള കോളത്തിൽ ഒന്നും എഴുതാതെ ബ്ലാങ്ക് ആയിട്ട് BLOമാർ കൊണ്ടുപോകുന്നു. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, BLOമാര് വീടുകളിൽ വന്ന് ഈ കൊടുക്കുന്ന ഫോമുകൾ, ഇനിമറേഷൻ ഫോം എന്നുള്ള EF, ആ EF 2 കോപ്പി വീതമാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പല BLOമാരും 1 കോപ്പി മാത്രമാണ് കൊടുക്കുന്നത്. അപ്പൊ ഇലക്ഷൻ കമ്മീഷൻ ഒരു ഓൺലൈൻ മീറ്റിംഗ് നടത്തി ഇവർക്ക് കൊടുത്ത ഈ നിർദ്ദേശങ്ങൾ അവർക്ക് പോലും വ്യക്തമായിട്ടില്ലെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ്. അല്ലെങ്കിൽ എല്ലാവരും ഒരുപോലെ ചെയ്യണ്ടേ? എല്ലാ BLOമാരും ഒരുപോലെ ചെയ്യണ്ടേ? അപ്പൊ ഈ BLOമാർക്ക് അത് വ്യക്തമായിട്ടില്ല എന്നത് ബോധ്യപ്പെടുന്നു. ഇനി BLOമാരായ സ്കൂളിലെ പല പിയൂൺമാര്, സ്കൂളുകളിലുള്ള ക്ലർക്ക് ഒക്കെയാണ്. അവർക്കൊക്കെ ഇത് വേഗതയിൽ മനസ്സിലാക്കാൻ ചിലപ്പോൾ പ്രയാസമുണ്ടാവും. ഇന്യൂമറേഷൻ മുമ്പ് നടത്തിയിരുന്ന ടീച്ചർമാരാണ്. അങ്ങനെ ഇന്യൂമറേഷന് പോയിട്ടില്ലാത്ത, ജീവിതത്തിൽ ആദ്യമായി ഒരു ഇലക്ഷന്റെ പ്രവർത്തനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിൽ ഇലക്ഷൻ കമ്മീഷനെ സഹായിക്കാൻ എത്തുന്ന BLOമാർ ഇത്രമാത്രം ദുർബലരായി പോകുന്നു എന്നുള്ളത് കൂടുതൽ പേരെ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകുന്നു. ദുർബലരാണ്, അവർക്കൊന്നും അറിയില്ല. അവരോടൊരു സംശയം ചോദിച്ചാൽ
അവർ അടുത്ത ദിവസം എന്ന് പറയാമെന്ന് പറഞ്ഞ് പോവുകയാണ്. പിന്നെ അവർ പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് കാണാതെ വരുമ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ വരാമെന്ന മറുപടി മാത്രമാണ് അവർ പറയുന്നത്. അപ്പൊ BLOമാരുടെ കാര്യത്തിൽ ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ BLOമാർ 2002 വോട്ട് ഇല്ലാത്തവരുടെ കോളം പൂരിപ്പിക്കുമ്പോൾ അവിടെ ബന്ധു എന്ന ഭാഗത്ത് ഒന്നും എഴുതണ്ട എന്നാണ് അവർ പറഞ്ഞു പോകുന്നത്. മാത്രമല്ല ചില BLOമാർ ഒന്നും എഴുതാതെ ഇത് കൊണ്ടുപോകുന്നു. പിന്നെ അവരെവിടെ നോക്കിയാണ് ഇത് എഴുതുക? ഇത്ര ശ്രമകരമായ ജോലിയാണ് അവർ ഏറ്റെടുക്കുക. അതുകൊണ്ട് വോട്ടറുടെ മുമ്പിൽ വെച്ച് വ്യക്തമായി പട്ടിക വെച്ച് കൃത്യമായി എഴുതിക്കൊണ്ടുപോകുന്ന തരത്തിൽ അടിയന്തരമായ നിർദ്ദേശങ്ങൾ BLOമാർക്ക് കൊടുക്കണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാറുള്ളത്.